ഇന്ന് നിങ്ങളുടെ ദിവസമാണ് അല്ലേ അല്ലേ? നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. ഞാനിവിടെ വളരെ സന്തോഷപൂർവ്വം ഓർക്കുന്ന ഒരു കാര്യം, ഒരു വിജയം എന്ന് പറയുന്നത് പൊടുന്നനെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, വീണ് കിട്ടുന്നൊരു സംഗതിയോ അല്ല. ആണോ? ആണോ? പറ. വെറുതെ കിട്ടിയതാണോ? ഇന്നലെ എൻ്റെ ഓഫീസിൽ രാത്രി ഒരമ്മ വന്നിരുന്നു. അവരുടെ കുട്ടിയുടെ കാര്യത്തിനാണ് എൻ്റെ അടുത്ത് വന്നത്. നിങ്ങളെപ്പോലെ ഇതേ ഹാളിൽ വരേണ്ട ഒരു കുട്ടി. ആ കുട്ടി പക്ഷേ മസ്കുലർ അട്രോഫി എന്ന് പറയുന്ന രോഗബാധിതനായ കുട്ടിയായിരുന്നു. ആ അമ്മ എൻ്റെ അടുത്ത് വന്നത്, ആ കുട്ടിക്ക് ഉറപ്പായിരുന്നു ഫുൾ A+ കൂടി ആ കുട്ടി ജയിക്കുമെന്ന്. ആ അമ്മയ്ക്കും ഉറപ്പായിരുന്നു ഫുൾ A+ വാങ്ങി തന്നെയായിരിക്കും ആ കുട്ടി ജയിക്കുക എന്ന്. ആ കുട്ടി സ്ക്രൈബിനെ വെച്ചാണ് പരീക്ഷ എഴുതിയത്. സ്വന്തമായിട്ട് കൈകൾക്കും കാലുകൾക്കും ചലനശേഷി നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പക്ഷെ അവർക്ക് വലിയ പ്രതീക്ഷയോടെ പരീക്ഷ എഴുതി. ആ കുട്ടിയുടെ പരീക്ഷാ പേപ്പർ നോക്കി റിസൾട്ട് വന്നപ്പോൾ 10 വിഷയങ്ങളിലും ഫുൾ A+ കിട്ടി. 2 വിഷയങ്ങളിൽ ആ കുട്ടിക്ക് ഫുൾ A+ നഷ്ടപ്പെട്ടു. ആ 2 വിഷയം, രസകരമായ കാര്യം, ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. നമ്മുടെ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് വേദിയിലേക്ക് ഇരിക്കണേ, കളപ്പാണ്. ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം മലയാളവും ഹിന്ദിയുമാണ്. ആ 2 വിഷയത്തിലാണ് ആ കുട്ടിക്ക് A+ പോയത്. സയൻസിൽ ആ കുട്ടി നേടി, സോഷ്യൽ സ്റ്റഡീസ് വിഷയങ്ങളിൽ നേടി, മാത്സിൽ നേടി. പക്ഷേ ഈ 2 വിഷയങ്ങളിൽ ആ കുട്ടിക്ക് ഫുൾ A+ കിട്ടാതെ ഇരുന്നപ്പോൾ കുട്ടിക്ക് സങ്കടമായി, ആ കുടുംബത്തിനും സങ്കടമായി. അവർ വീണ്ടും കുട്ടിക്ക് റീവാലുവേഷൻ കൊടുത്തു. റീവാലുവേഷൻ കൊടുത്തപ്പോൾ ഹിന്ദിയിൽ വീണ്ടും ഫുൾ A+ കിട്ടി. എന്നാൽ ആ കുട്ടിക്ക് മലയാളത്തിൽ ആ കുട്ടിയുടെ പേപ്പർ പരിശോധിച്ചപ്പോൾ 2 പേപ്പർ അതിൽ നിന്ന് മിസ് ചെയ്തിരിക്കുന്നു. ആ കുട്ടിയുടെ ഇതുവരെ അവരുടെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇന്ന് ആ കുട്ടി വരണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു, പ്രത്യേകമായൊരു അഭിനന്ദനം കൊടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടിക്ക് ശാരീരികമായ അവശതകൾ കാരണം ഇന്ന് വരാൻ കഴിഞ്ഞില്ല. ഞാൻ ഈ ദിവസം ആ കുട്ടിക്ക് സമർപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഫുൾ A+ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്തെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പോഴാണ് ചിലത് നമുക്ക് നേടാൻ സാധിക്കുന്നത് അല്ലേ? ഇപ്പോൾ ദാ വിനയ് ഗോയൽ ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം IAS നേടി, അദ്ദേഹം കലക്ടറായി, മലപ്പുറം പോലെ ഏറ്റവും വലിയൊരു ജില്ലയുടെ അധിപനായി നിൽക്കുമ്പോൾ അദ്ദേഹം പറയട്ടെ എന്തെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തിയിട്ടായിരിക്കും ഈ പദവിയിലെത്തിയത് അല്ലേ? സ്വാഭാവികമായി അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുത്തേ. സ്വാഭാവികമായും നമുക്കൊരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ചിലത് കിട്ടുന്നത്. നിങ്ങൾ എത്ര റീൽസ് കാണുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് അല്ലേ? ഹനാൻഷാൻ്റെ എത്ര പാട്ടുകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇല്ലേ? അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ഹനാൻഷാ വരാൻ പോകുന്നത്, ഹനാൻഷാ പാടാൻ പോകുന്നത്. ഹനാൻഷാ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈ ചടങ്ങ് കഴിയുമ്പോഴേക്ക് ഹനാൻഷയുടെ പാട്ടോട് കൂടിയാണ് നമ്മൾ അവാർഡ് ദാനത്തിലേക്ക് പോകുന്നത്. നിങ്ങളെല്ലാവരും ലോകകപ്പിന് ആവേശത്തിലല്ലേ? എല്ലാവർക്കും ടീമുണ്ടോ? എന്നാൽ എൻ്റെ ടീം ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയോ ഏതാണ്? ഓ, താങ്ക് യു. എൻ്റെ ടീമുകാർ ആരെങ്കിലും ഉണ്ടോ? അർജന്റീന ഫാൻ ഉണ്ടോ? എത്ര പേരുണ്ട്? എൻ്റെ മക്കളെ, അർജന്റീനക്കാർ കുറവാണോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷമായി കേട്ടോ. എന്ന് വിചാരിച്ച് വേറെ ആരും സങ്കടപ്പെടണ്ട. നമുക്ക് ഈ ഫിഫ വേൾഡ് കപ്പ് അടിപൊളിയായിട്ട് എക്സാമൊക്കെ കഴിഞ്ഞ ആവേശത്തിലാണ് നമുക്ക് കണ്ട് ആസ്വദിക്കാം. ഓക്കെ, 2014 ഞാൻ എങ്ങനെയാണ് മെസ്സിയുടെ ഫാനായതെന്നറിയോ? 2014 ഫിഫ വേൾഡ് കപ്പ് നടക്കുകയാണ്. മെസ്സി പൊരുതി കളിച്ചു ഇല്ലേ? പൊരുതി കളിച്ചു.
പക്ഷെ അവസാനം ചുണ്ടിനും കപ്പിനും ഇടയിൽ ആ വേൾഡ് കപ്പ് മെസ്സിക്ക് നഷ്ടപ്പെട്ടു. ആ ദിവസം ഞാൻ ഇന്ന് ഓർക്കുന്നു. 2014 ലോകകപ്പിൻ്റെ സമ്മാന വേദിയിൽ ജർമ്മനി കപ്പുമായി കപ്പ് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരാൾ സങ്കടത്തോടെ ആ കപ്പ് നോക്കി നിന്നു. അതാരായിരുന്നു? മെസ്സി. മെസ്സിയുടെ ആ ചിത്രം ഇന്നും നമ്മളുടെ മനസ്സിലൊരു വേദന പൊടിയുന്ന പോലെ ആ ചിത്രമുണ്ട്. 2014 കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ആ ലോകകപ്പ് 2015 പിന്നെയും വരുന്നത് മെസ്സിയുടെ ദുരന്തമാണ്. കോപ്പ അമേരിക്ക ഫൈനലിൽ വീണ്ടും അർജന്റീന തോൽക്കുന്നു. 2016 അടുത്ത ടൂർണമെന്റിലും തോൽക്കുന്നു. മെസ്സി ഒരു തീരുമാനമെടുക്കുന്നു, ഞാൻ ഫുട്ബോളിനോട് വിട പറയുകയാണ്, റിട്ടയർമെൻ്റ് എടുക്കുന്നു. അതേ മെസ്സി പിന്നെ തിരിച്ചു വരികയാണ്. എവിടെ? 2022 ഖത്തറിലെ ലോകകപ്പിൽ അവസാനം ആ ലോകകപ്പിൽ മുത്തമിടുന്നത് ആരാണ്? ലയണൽ മെസ്സിയാണ്, അല്ലേ? നിങ്ങൾ ഓർക്കണം കുട്ടികളെ, ജീവിതത്തിൽ എന്നും വിജയം മാത്രമല്ല നമുക്കുണ്ടാവുക. ഇത് നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണോ? ഈ A+ ആണോ? ഉറക്കെ പറയടോ. വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ്, വി ആർ ജസ്റ്റ് വിസ്ലിംഗ്. ഇത് നമ്മുടെ വിസ്ലിംഗ് മാത്രമാണ്. നമ്മൾ കളിക്കിറങ്ങിയിട്ടേ ഉള്ളൂ. ഇനി പാസുകൾ തുടങ്ങുകയാണ്. കളി മൂർധന്യാവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്ക് ഗോളടിച്ചൊരു വിനയ് ഗോയൽ ആവണം. നമുക്കാവാൻ സാധിക്കും. അങ്ങനെ ആവുമ്പോൾ ഈ വിജയം നിങ്ങളുടേത് മാത്രമാണോ? നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ആരാണ്? നിങ്ങളുടെ പേരൻസ് ആണ്, അല്ലേ? ഞാനൊരു ചൈനീസ് കഥ ഓർമ്മിക്കുകയാണ്. ഒരു ചൈനയിലെ ഗ്രാമത്തിൽ ഒരു സാധാരണ ഗ്രാമീണൻ ബാംബു കൃഷി നടത്തുന്നുണ്ടായിരുന്നു. ബാംബു അറിയില്ലേ? മുള വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നിരന്തരമായിട്ട് ഈ മുളയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ഈ മുളക്കുന്നില്ല, ബാംബു മുളക്കുന്നില്ല. അപ്പോഴും അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടും ഈ ബാംബു മുളക്കാത്തത് കണ്ടപ്പോൾ ആളുകൾ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തൊരു മണ്ടനാണ്, നിങ്ങൾ പിന്നെയും വെള്ളം ഒഴിക്കുന്നത് ഈ മുളക്കാത്ത ബാംബുവിനാണോ എന്ന് ചോദിച്ചു. പക്ഷെ പൊടുന്നനെ ബാംബുവിൻ്റെ പ്രത്യേകത എന്താണ്? ദും എന്നിട്ട് വലുതാവും, അല്ലേ? അത് 100 അടി ഉയരത്തിലേക്ക് ഉയർന്നു. ബാംബു പെട്ടെന്ന് വളർന്നു. അപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾക്ക് അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഈ ബാംബു മുളക്കുമെന്ന്? അപ്പോൾ ആ ഗ്രാമീണൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ ബാംബു കഴിഞ്ഞ 5 വർഷവും അതിൻ്റെ വേരുകൾ താഴേക്ക് ആഴ്ത്തുകയാണ്. ഒരിക്കലത് മുളച്ചു പൊന്തും. അത് മുളച്ചു പൊന്തുമ്പോൾ ഇങ്ങനെ ഉയരത്തിലേക്ക് അത് വരും എന്ന ഉറപ്പെനിക്കുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊഴിച്ചവരുടെ പേരാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ന് കുട്ടികളെ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ മുളച്ചു പൊന്തുമെന്ന്, നിങ്ങൾ ഉയർന്നു വരുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു, വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് അവർ നിങ്ങളെ കരുതലോടെ, അരുമയോടെ, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പിന്നെയും നിങ്ങളെ ചിറകിനടിയിൽ വെച്ചത്. പലപ്പോഴും നമ്മൾ വിജയകിരീടം ചൂടി നിൽക്കുന്ന കുട്ടികളോട് ഞാൻ പറയട്ടെ, ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ് പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകൾ പലപ്പോഴും വരുന്നു എന്നുള്ളതാണ്. ഞാൻ ആ സങ്കടങ്ങൾക്കൊക്കെ ഇടയിൽ ഒരൊറ്റ കഥ കൂടി നിങ്ങളോട് പറയാം. സോവിയറ്റ് യൂണിയനിൽ, പഴയ റഷ്യയിൽ നടന്ന ഒരു കഥയാണ്. അന്ന് വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരമ്മ അവരുടെ മകളുമൊത്ത് ഒരു കുഞ്ഞു മാത്രമാണുള്ളത്. ആ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചൊരു വീട്ടിൽ താമസിക്കുകയാണ്. ആ സമയത്ത്
റഷ്യയിലൊരു വലിയ ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിൽ എല്ലാ വീടുകളും തകർന്നു. കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞു വീട്ടിലാണ് ഇവർ താമസിച്ചത്. സ്വാഭാവികമായിട്ടും ഈ വീട് ആദ്യം തകരുമല്ലോ. ഭൂകമ്പത്തിൽ ഈ വീടും തകർന്നു. ഈ വീടിൻ്റെ അവശിഷ്ടത്തിനിടയിൽ ആ അമ്മയും കുഞ്ഞും പെട്ടുപോയി. തെരഞ്ഞു വന്ന ആർക്കും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു ദിവസം കഴിഞ്ഞു. ആ കുട്ടി നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ആ കുഞ്ഞിനൊരു തുള്ളി വെള്ളമായിരുന്നു ആവശ്യമുണ്ടായിരുന്നു. അമ്മയ്ക്ക് എവിടുന്ന് വെള്ളം കൊടുക്കാൻ? രണ്ടുപേരും കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിനിടയിൽ നിൽക്കുകയാണ്. ഭൂകമ്പം ഉണ്ടാകുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തകർന്നു വീണ കെട്ടിടങ്ങളിൽ കുടുങ്ങിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഫലസ്തീൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇസ്രായേൽ ബോംബിട്ട് തകർത്ത കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ ഈ കുഞ്ഞ് അതിനകത്തായിരുന്നു. രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ ആ കുഞ്ഞിന് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിൻ്റെ കണ്ണുകൾ കൂമ്പി വരികയാണ്. കാരണം ഡീഹൈഡ്രേഷനായിരുന്നു. ഒരു തുള്ളി വെള്ളം കിട്ടാതെ നിർജ്ജലീകരണം കാരണം ആ കുഞ്ഞിൻ്റെ ശരീരത്തിലെ വെള്ളമെല്ലാം വറ്റിപ്പോവുകയാണ്. ആ അമ്മ അവസാനം മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ സമയത്ത് അമ്മ ചുറ്റും നോക്കുമ്പോൾ ഒരു കുപ്പിച്ചില്ല് കാണുകയാണ്. ആ കുപ്പിച്ചില്ല് അമ്മ പതുക്കെ എടുത്തു. തൻ്റെ കൈകളിലെ ഞരമ്പുകൾ ആ അമ്മ മുറിച്ചു. ആ കുഞ്ഞ് കണ്ണുകൾ കൂപ്പിപ്പോകുന്ന, ഡീഹൈഡ്രേഷന് വിധേയമാകുന്ന ആ കുഞ്ഞിൻ്റെ ചുണ്ടുകളിലേക്ക് ചേർത്ത് വെച്ചു. ആ കുഞ്ഞ് പതുക്കെ കണ്ണ് തുറന്നു. പക്ഷേ അപ്പോഴേക്കും ആ അമ്മയുടെ കണ്ണടഞ്ഞു പോയിരുന്നു. 3 ദിവസം കഴിഞ്ഞ് രക്ഷാപ്രവർത്തകർ ആ കുഞ്ഞിനെ കണ്ടെത്തുമ്പോൾ കൈകളിൽ നിന്ന് ചോര വാർന്നു പോയ ഒരമ്മയുടെ മൃതശരീരം കൂടി അവർക്ക് കണ്ടെത്തേണ്ടി വന്നു. ആ കുഞ്ഞ് പിന്നീട് വലുതായി. ആ കുഞ്ഞിൻ്റെ ഓർമ്മകളിൽ നിന്ന്, രക്ഷാപ്രവർത്തകർ പറഞ്ഞ കഥയിൽ നിന്ന് ആ കുഞ്ഞ് വീണ്ടെടുത്ത ഒരമ്മയുടെ മുഖമുണ്ട്. ഒരുപക്ഷേ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഈ അമ്മമാർ നിങ്ങളുടെ ഞരമ്പ് മുറിച്ചായിരിക്കില്ല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവുക. അവിടെ ഏറ്റവും പ്രിയപ്പെട്ടതെല്ലാം ത്യജിച്ചുകൊണ്ട് നൽകിയ അവരുടെ സമ്മാനം കൂടിയാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പുരസ്കാരം എന്ന് ഞാൻ അഭിമാനത്തോടെ വിചാരിക്കുന്നു. നമ്മളിവിടെ ഒരുപാട് അത്ഭുതം ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളെ. എന്തെല്ലാം ഉണ്ടാക്കി നമ്മൾ പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചപ്പോൾ 38 വോട്ടായിരുന്നു എൻ്റെ ഭൂരിപക്ഷം. എനിക്ക് തന്നെ ഒരു പ്രശ്നമായിരുന്നു. നിയമസഭയിൽ എന്നും പറയും ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ MLA. അപ്പോൾ ഇന്ന് നിങ്ങൾ 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എന്നെ ജയിപ്പിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി ഞാൻ ഇതിനെ കാണുന്നു. നിങ്ങളോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. നിങ്ങളോടെല്ലാം ഞാൻ എൻ്റെ സ്നേഹം പങ്കുവെക്കുന്നു ഈ അവസരത്തിൽ. കുട്ടികളെ, അതുമാത്രമല്ല, ആ 32,000 വോട്ടിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? നമ്മൾ ഈ 5 വർഷത്തെ യാത്രക്കിടയിൽ 109 കുട്ടികളെ IAS അക്കാഡമിയിൽ നിന്ന് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് നമ്മൾ പറഞ്ഞയച്ചിരിക്കുന്നു. പച്ചമഷി കൊണ്ട് ഒപ്പിടുന്ന 109 ഗസറ്റഡ് ഓഫീസർമാർ ഇന്ന് IAS അക്കാഡമിയിൽ പഠിച്ചവരുണ്ട്. നിങ്ങൾക്ക് സിവിൽ സർവീസ് മോഹമുള്ള കുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ കൈപോക്കടോ. വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. നിങ്ങൾ നാളെ ഈ കളക്ടറുടെ കസേരയിൽ ഇരിക്കേണ്ടവരാണ് എന്ന കാര്യം മറക്കരുത്, ഓർമ്മിക്കണം കേട്ടോ. നിങ്ങളെ കയ്യിലൊക്കെ ഒരു ഫോം തന്നിട്ടുണ്ട്, കണ്ടുണ്ടോ? കിട്ടിയോ? സോഷ്യൽ സർവീസ് ഇഷ്ടമാണോ? നമുക്ക് പഠിച്ചാൽ മാത്രം മതിയോ? എന്തിനാ നമ്മൾ പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? പറഞ്ഞോ. ഇതിൽ തെറ്റും ശരിയൊന്നുമില്ല, പറഞ്ഞോ. റിയലി ഓള് സോഷ്യൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഒരു നല്ല ക്ലാപ്പ് കൊടുക്ക്. ഞാൻ എൻ്റെ കുട്ടികളെ നിങ്ങൾ പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്
ഈ ജെൻസിയെയാണ് എന്ന് അഭിമാനത്തോടെ ഞാൻ പറയാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾ പൊളിയാണ്, നിങ്ങൾ പുലികളാണ്. ഇത്ര സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ജനറേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ തീർത്ത് പറയും. ഞങ്ങളൊക്കെ ഭയങ്കര സെൽഫിഷായിരുന്നു, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇതിനേക്കാൾ വലിയ സെൽഫിഷായിരുന്നു. പക്ഷെ നിങ്ങൾ വളരെ ലിബറൽ തോട്ടാണ്, നിങ്ങൾ വളരെ സോഷ്യലൈസ്ഡ് ആണ്. ഒരു രക്ഷിതാവിനോട് ഞാൻ പറയാണ്, നിങ്ങളുടെ മക്കളുടെ ബാഗ് അനാവശ്യമായി നിങ്ങൾ തപ്പരുത്. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ കുട്ടികളെ സംശയിക്കരുത്. ഒരു ഡ്രഗ് മാഫിയയുടെയും പിടിയിലകപ്പെട്ടവരല്ല ഈ ഇരിക്കുന്ന ഒരു കുട്ടിയുമെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. നിങ്ങൾ ഒരിക്കലും അവരെ സംശയിക്കരുത്, ഈ മക്കളെ സംശയിക്കരുത്. ഡ്രഗൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇല്ലേ കളക്ടർ? 70കളിലെ ക്യാമ്പസുകൾ, നാസർ മാഷേ അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. 70കളിലെ ക്യാമ്പസുകൾ, എം മുകുന്ദൻ്റെ നോവലൊക്കെ ഞങ്ങൾ വായിച്ചു വളർന്ന ഒരു കാലമുണ്ട്. ആ കാലത്തൊക്കെ ക്യാമ്പസുകൾ നിറയെ, അന്ന് ഈ സാധനമൊന്നുമില്ല, MDMA ഒന്നുമില്ല. അന്ന് കഞ്ചാവും ചരസും മരിജുവാനയും ക്യാമ്പസുകളെ ഭരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു കുട്ടികളെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ വഴിതെറ്റാതിരിക്കാൻ സൂക്ഷ്മത പുലർത്തുക. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. സോഷ്യൽ സർവീസിൽ താല്പര്യമുള്ള കുട്ടികൾ, എനിക്കറിയാം നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് വലിയ സ്വപ്നങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിക്കേണ്ടതും വലിയ സ്വപ്നമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പോർച്ചുഗൽ ടീമിൻ്റെ താരമാരാണ്? റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലേ? റൊണാൾഡോ ഒരിക്കൽ പോർച്ചുഗലിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് വൈകുന്നേരം റൊണാൾഡോ താമസിക്കുന്ന മുറിയുടെ മുമ്പിലൂടെ വളരെ പ്രായമായ ഒരാൾ ക്ലീനിങ് ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. വളരെ വയസ്സായ ഒരാളാണ്. റൊണാൾഡോ പുറത്തേക്ക് വന്നപ്പോൾ കണ്ടത് ഇയാളെയാണ്. ഇയാളും നേരെ റൊണാൾഡോയെ കണ്ട് ഞെട്ടി, വലിയ സന്തോഷമായി. റൊണാൾഡോയുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്, കാരണം നിങ്ങളൊരു സൂപ്പർമാനാണ്, നിങ്ങൾ ഞങ്ങളുടെയൊക്കെ ആവേശമാണ്. പോർച്ചുഗൽ ടീമിൻ്റെ ആളുകളുണ്ടോ? റൊണാൾഡോൻ്റെ ആളുണ്ടോ? എല്ലാം മെസ്സിൻ്റെ ആളും റൊണാൾഡോൻ്റെ ആളൊക്കെ എന്നാൽ റൊണാൾഡോൻ്റെ ആളിൽ നിന്ന് കൈപൊക്കിയേ പോർച്ചുഗൽ. ഓ അടിപൊളി, സൂപ്പർ. ബാക്കിലുണ്ട്, ഓ ഇവിടെയുണ്ട് ആൾക്കാർ നിങ്ങൾക്ക്. അപ്പോൾ അദ്ദേഹം റൊണാൾഡോനോട് പറഞ്ഞു, റൊണാൾഡോ, എനിക്ക് ഒരു വലിയ സങ്കടമുണ്ട്. ഞാൻ ഈ വലിയ പ്രായത്തിലും ഈ പ്രായം കൂടിയ അവസ്ഥയിലും ഞാൻ ജോലി ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ മകനെ പഠിപ്പിക്കാൻ എനിക്ക് വഴിയില്ലാഞ്ഞിട്ടാണ്. അവൻ്റെ ആഗ്രഹം ഡോക്ടർ ആവണമെന്നാണ്. അതുകൊണ്ട് അവൻ്റെ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ വയസ്സാം കാലത്തും ഈ കഠിനമായ ക്ലീനിങ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൊണാൾഡോക്ക് വലിയ സങ്കടമായി. അദ്ദേഹം അയാളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ കുട്ടി ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ ഈ യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു. അപ്പോൾ റൊണാൾഡോ പറഞ്ഞു, ആ കുട്ടിയെ വിളിച്ച് റൊണാൾഡോ പറഞ്ഞു, ഞാൻ നിൻ്റെ പഠനത്തിൻ്റെ എല്ലാ ചെലവും ഏറ്റെടുക്കാം. റൊണാൾഡോയുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണെന്നറിയോ നിങ്ങൾ? എന്താണ് ഇഷ്ടം? ഏറ്റവും ബ്രാൻഡഡായ വാച്ചുകളുടെ ശേഖരമാണ് റൊണാൾഡോയുടെ ഏറ്റവും വലിയ ഇഷ്ടം. ഏറ്റവും വില കൂടിയ വാച്ചുകളാണ് റൊണാൾഡോയുടെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത്. ഒരുപാട് വാച്ചുകൾ റൊണാൾഡോ അങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി മറ്റൊരു സങ്കടം പറഞ്ഞു, സർ, എൻ്റെ ഫീസ് മാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റിയിലെ 300ഓളം കുട്ടികൾ പഠിക്കാൻ കഴിയാതെ, അവർക്ക് ഫീസ് അടക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. അപ്പോൾ റൊണാൾഡോ തൻ്റെ ഏറ്റവും പാഷനേറ്റായ വാച്ചുകളുടെ ശേഖരത്തിലേക്ക് നോക്കി. അദ്ദേഹം തീരുമാനിച്ചു, ഈ വാച്ച് ഞാനിങ്ങനെ കാണുന്നതിനേക്കാൾ സന്തോഷം അവിടെ ഫീസ് കൊടുക്കാനില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നതിലാണ്. റൊണാൾഡോ ആ വാച്ചുകളെല്ലാം വിറ്റു. ആ കുട്ടികളുടെ ഫീസെല്ലാം റൊണാൾഡോ നേരിട്ട് കൊടുത്തു. കുറേ കാലം കഴിഞ്ഞു ഈ കുട്ടി റൊണാൾഡോയുടെ അടുത്തേക്ക് ഒരു വെള്ള കോട്ടുമായിട്ട് സ്റ്റെതസ്കോപ്പ് തൂക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, റൊണാൾഡോയോട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്ത്യാനോ, ഡു യു നോട്ട് ദെൻ റിമെമ്പർ മീ? നിങ്ങൾക്ക് എന്നെ അറിയോ? ഞാൻ മുമ്പ് നിങ്ങളുടെ അടുത്ത് എൻ്റെ അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ സഹായിച്ച പണം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് ഈ കുട്ടി പറഞ്ഞ പോലെ റൊണാൾഡോ പറഞ്ഞു, ഇന്ന് ഒരുപാട് മനുഷ്യരുടെ
ജീവൻ രക്ഷിക്കുന്ന ജോലി ഞാൻ അങ്ങയെ ഓർത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഒരു MLA ആയി നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം നിങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ രക്ഷിതാക്കളെ പോലെ കരുതലോടെ നിങ്ങളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ഈ നിയോജക മണ്ഡലത്തിലെ അവസാനത്തെ കുട്ടിയും പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം മുടങ്ങരുത് എന്നത് മാത്രമാണ്. ഇനി നമ്മുടെ അവാർഡ് ദാനത്തിലേക്ക് പോവുകയാണ്. ഒരു വാക്കുകൂടി ഞാൻ പറയാം. ഇന്നത്തെ കാലം വളരെ വ്യത്യസ്തമാണ്. ഈ കാലത്തിൻ്റെ ഡിമാൻഡ് എന്താണ് എന്ന് നിങ്ങൾ നിരന്തരം അറിയണം. ഈ കാലത്തിൻ്റെ ഡിമാൻഡ് എന്താണ്? നോളജ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് പഠിച്ച കാര്യം ഒരു 5 കൊല്ലത്തേക്കെങ്കിലും ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന കാര്യം ഒരു കൊല്ലത്തേക്ക് പോലും ആവശ്യമുണ്ടാവില്ല. നോളജ് എക്സ്പയേഴ്സ് ദാറ്റ് മച്ച് ഫാസ്റ്റർ. മനസ്സിലായോ? അത്ര വേഗം നോളജിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. നിങ്ങളിപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അല്ലേ? ഈ ഫുൾ A+ എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു മുതലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഇല്ലേ? നിങ്ങൾ ബാക്കി എല്ലാവരുടെ ഇടയിലും സൂപ്പർ ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ വിജയത്തിലാണ് അല്ലേ? ഇനി നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ യാത്ര പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നോളജാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ നോളജാണ് ഇനി മാറ്റർ ആവാൻ പോകുന്നത്. ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, അവരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സ്വന്തം നോളജാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് കുട്ടികളെ നിങ്ങൾ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഹാർഡ് വർക്കാണ്. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ വിക്ടറി. ജയിക്കാൻ ഒരു നിലക്കും കുറുക്ക് വഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം അഡാപ്റ്റബിലിറ്റിയാണ്. ഏത് സിറ്റുവേഷനെയും അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഏത് സിറ്റുവേഷനിലേക്കും വളർന്നു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ കഴിയുമ്പോഴാണ് നാം ജയിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളെന്നും ജയിച്ചുകൊണ്ടേയിരിക്കണം. ഞാനിവിടെ ഒരുപാട് പ്രതിഭാശാലികളായ കുട്ടികളുടെ കണ്ണുകൾ കാണുന്നു. ആ കണ്ണുകൾ നാളെ ഇതിനേക്കാൾ തിളക്കത്തോടെ നമുക്ക് ആദരിക്കാൻ കഴിയുന്നവരായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിനെത്തിച്ചേർന്ന നിങ്ങളെയും നിങ്ങളുടെ രക്ഷിതാക്കളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കാലത്തിൻ്റെ മുഴുവൻ വെല്ലുവിളികളെയും ചലഞ്ചസിനെയും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന പ്രത്യാശയോടെ നമ്മളുടെ ഈ ചടങ്ങിൽ അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടറിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വളരെ സമയത്ത് തന്നെ എത്തിച്ചേർന്നതിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വി ആർ വെരി പ്രൗഡ് ഇനഫ് ആസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പെരിന്തൽമണ്ണ, ബിക്കോസ് നമ്മൾ ഇന്ന് നടത്തിയിട്ടുള്ള യാത്ര കേരളത്തിൽ ആരും നടത്താത്ത ഒരു യാത്രയാണ് എന്നുള്ളതാണ് അഭിമാനം. ഈ IAS അക്കാഡമി ജനങ്ങളുടെ സമ്മാനമാണ്. ഒരു ഗവൺമെൻറ് എയ്ഡും ഇല്ലാതെയാണ് നമ്മൾ ഈ IAS അക്കാഡമി നടത്തുന്നത്. 100 കുട്ടികളോട് ഒരു ഫീസും വാങ്ങാതെയാണ് നമ്മളവരെ പഠിപ്പിക്കുന്നത്. സമൂഹത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ടു ദ ലാസ്റ്റ് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൻ്റെ തിളക്കമാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ അക്കാഡമിയുടെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സബ് കളക്ടർമാരും ഞങ്ങളുടെ ഫാക്കൽറ്റികളായി വർക്ക് ചെയ്തവരാണ്. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ സർവീസിൽ അദ്ദേഹം കൂടി ഈ അക്കാഡമിയുടെ പാർട്ടായി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തിരക്കുകൾക്കിടയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്നോട് പലരും ചോദിക്കും, ആരാണ് നിങ്ങളുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന്. ഞാൻ പറയട്ടെ, ഇതാ ഇവിടെ നിൽക്കുന്ന നമ്മുടെ കുട്ടികളെ കണ്ടോ നിങ്ങൾ? 5 കൊല്ലം മുമ്പ് ഞാൻ വരുമ്പോൾ അവർ നിങ്ങളെപ്പോലെ അവാർഡ് വാങ്ങാൻ വന്ന കുട്ടികളാണ്. അവരാണ് എൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് ഞാൻ പറയും. ക്രിയയുടെ 100 ബ്രിഗേഡ്സ് ആണ് അവരാണ് ഇവിടെ നടന്ന എല്ലാ പ്രോഗ്രാമും നടത്തിയത്. അവരാണ് സ്കെയിലപ്പുകൾ നടത്തിയത്. അവരാണ് ഇവൻറ്റുകൾ നടത്തുന്നത്. അവരാണ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഈ പരിപാടിയുടെയും സംഘാടകർ അവരാണെന്ന് അഭിമാനത്തോടെ പറയുന്നു. എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ. നന്ദി.